ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സിനിമാ താരങ്ങളോ സീരിയൽ താരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ആർട്സ് അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ പോപ്പുലറായി നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തെ സംബന്ധിച്ചിട്ടാണ് ആ പരാമർശമെങ്കിൽ അത് കൂടുതൽ വൈറലാകും അല്ലെങ്കിൽ വൈറലാക്കും. അതാണ് നമ്മുടെ രീതി. ഇപ്പോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി രംഗത്ത് നിൽക്കുന്ന ആള്, സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാള് ഇസ്ലാമിനെ കുറിച്ച് രണ്ട് മൊഞ്ചായ വർത്തമാനം പറഞ്ഞു. ശരി, ഉടനെ തന്നെ എടുത്തിട്ട് കാച്ചലായി. കഴിഞ്ഞൊരു ദിവസം ഞാന് ഒരു ബാക്കവിയെ പിടിച്ചു. ഈ ബാക്കവി ഉസ്താദ് പറയാണ്, 40 മില്യണോ 4 മില്യണോ കണ്ട ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം താരം ഇസ്ലാം മതം സ്വീകരിച്ചു. ഓ ശരി, ഞാനതൊന്ന് നോക്കി. കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആള് പെട്ടെന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ എന്താണ് കാരണം? നോക്കുമ്പോൾ അവരുടെ ഉമ്മ മുസ്ലിമാണ്, അവരുടെ വാപ്പ മുസ്ലിമാണ്, അവര് മുസ്ലിമാണ്, അവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാ. ഇങ്ങനെ നുണ പറഞ്ഞ് നമ്മുടെ മതത്തെ വളർത്തേണ്ടത് എന്തൊരു ഗതികേടാണിത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ തന്നെ നമ്മുടെ മതം വളരുമെങ്കിൽ എന്തിനാ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നുണകൾ പ്രചരിപ്പിക്കുന്നത്? സത്യസന്ധമായി നമ്മുടെ മതം ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് കേമപ്പെട്ടതാണ്, മറ്റു മതങ്ങളിൽ നിന്നും ഇന്ന ഇന്ന കാരണങ്ങളാൽ വ്യതിരിക്തമാണ്. ഹിന്ദു മതം അങ്ങനെയാണ്, ക്രിസ്തു മതം അങ്ങനെയാണ്. എന്നാൽ അതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മതത്തിൽ ഇന്ന ഇന്ന പ്രാധാന്യങ്ങളുണ്ട്. അതല്ലേ അതിന്റെ ഒരു ഇത്. ഇപ്പോ സാനിയ മിർസയുടെ വേഷം നമുക്കറിയാം. പലപ്പോഴും അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളാണ് കമന്റുകളിൽ അധികവും ഉണ്ടായിട്ടുള്ളത്. ടെന്നീസ് താരമായ സാനിയ മിർസ റമലാന്റെ ഒരു എക്സ്പോയിൽ പ്രസംഗിക്കുന്നു. അവര് പർദ്ദയും മക്കനെയും ഇടുന്ന ആളല്ല, നിക്കാബ് ഇടുന്ന ആളല്ല, ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളല്ല. അവരുടെ വസ്ത്രധാരണമൊക്കെ വളരെ നന്നായിട്ട് നമുക്കറിയുന്നതാണ്. അവരെ ഒരു പ്രസംഗത്തിന് വിളിക്കുന്നത് തന്നെ എന്തർത്ഥത്തിലാണെന്ന് നമുക്കറിയാം. 4 പേര് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം, ആ വേദിയിൽ കുറച്ച് ആളുകൾ ഉണ്ടാകണം. അപ്പോ പോപ്പുലറായി നിൽക്കുന്ന ആരെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു പരിപാടി വിജയിക്കൂ. ആ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി അവരെ വിളിച്ചു കൊണ്ടുവന്നു. എന്തായിരുന്നാലും പ്രസംഗിക്കാൻ ഒരു വേദി കിട്ടിയതല്ലേ, പ്രത്യേകിച്ച് റമദാൻ മാസവുമല്ലേ. അപ്പോ ആ പ്രസംഗിക്കുന്നതിനിടയിൽ സാനിയ മിർസ പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഈ പറഞ്ഞതാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. ദാവത്തെ റമദാൻ എന്ന പേരിലാണ് സാനിയയുടെ സഹോദരി അനം മിർസയുടെ നേതൃത്വത്തിലാണ് ഹൈദരാബാദിൽ ഒരു എക്സ്പോ സംഘടിപ്പിച്ചത്. എക്സ്പോ സന്ദർശിക്കാൻ എത്തിയ സാനിയ മിർസ തന്നെ കണ്ട് തടിച്ചുകൂടിയ ആരാധകരോട് സംസാരിക്കുന്നതിനിടയിലാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. ആരാധനകളും നിർവഹിക്കണം, തറാവീഹ് നമസ്കാരത്തിലും പങ്കെടുക്കണം. തറാവീഹിന് മുമ്പ് ഇങ്ങോട്ട് വരരുത്, ഇവിടെ തഹജ്ജുദ് നമസ്കാരത്തിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് സാനിയ മിർസ പറഞ്ഞത്. അല്ല, ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. സാനിയ മിർസ നിക്കറിട്ട്, അവരുടെ വസ്ത്രം നമുക്കറിയാം വേഷം എങ്ങനെയാണെന്ന്, അതിട്ടു വസ്ത്രം ധരിച്ചു. അങ്ങനെയാണ് അവർ ടെന്നീസ് കളിക്കുന്നത്. ഇനിയും ഒരു പക്ഷേ അതേ വേഷമിട്ടവർ ഇനിയും കളിച്ചേക്കാം. വിരമിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ ഷൊഐബ് മാലിക്കുമായിട്ടുള്ള ഡിവോഴ്സും അവിടെ നിൽക്കട്ടെ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ ഈ റമലാന്റെ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളൊക്കെ നമസ്കരിക്കണം എന്ന് പറഞ്ഞതോടെ സാനിയ മിർസയ്ക്ക് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് നിങ്ങൾ അങ്ങ് നൽകിയാൽ എങ്ങനെയിരിക്കും? എക്സ്പോ സന്ദർശിക്കാൻ വേണ്ടി വന്ന സാനിയ മിർസ തന്നെ കാണാൻ വേണ്ടിയിട്ട് റമദാൻ മാസവുമായി ഒരുപാട് ആരാധകർ വന്നിരിക്കുന്നു. അവര്
ഒരു മുസ്ലിം പുരോഹിതയാണ് എന്ന് കരുതിയല്ല സാനിയ മിർസയെ കാണാൻ വന്നത്. സാനിയ മിർസ ഈ നിക്കറും ബനിയനും ഇട്ട് ടെന്നീസ് കളിച്ച് തന്നെയാണ് ഇത്രയും ആരാധകരെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവര് തറാവീഹ് നമസ്കാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ റമലാൻ മാസത്തില് രാത്രി കുറച്ച് ദീർഘമായിട്ട് സാധാരണ ദിവസങ്ങളിൽ കവിഞ്ഞ് നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിന്റെ പറയുന്ന പേരാണ് വിശ്രമ നമസ്കാരം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുപോലെ തഹജ്ജുദ്, അത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. സാധാരണ റമലാൻ മാസത്തില് എന്ത് നന്മ ചെയ്താലും 1,70,000 നന്മ പ്രതിഫലം കിട്ടും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് എല്ലാവരും റമലാൻ മാസത്തിലാണ് കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, കൂടുതൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്ത്. നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നോമ്പായി പോയി, അതല്ലെങ്കിൽ 4 തന്തയ്ക്ക് ഞാൻ വിളിച്ചേനെ എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ. മാർച്ച് 27-ാം തീയതി മുതൽ ഏപ്രിൽ 10-ാം തീയതി വരെ ഗൂഡിമൽക്കാപൂരിന് അവിടെ, അതായത് ഗുഡിമൽക്കാപൂരിലെ ആ കിങ് പാലസിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. ഹലീം അടക്കം റമലാൻ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ, വിവിധ തരം ഭക്ഷണങ്ങള്, തുണിത്തരങ്ങള്, ആഭരണങ്ങള്, വിവിധ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാനിയ മിർസയെ ഹൈദരാബാദിൽ മത്സരിപ്പിക്കാന് കോൺഗ്രസ് ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകള് ഇക്കഴിഞ്ഞ ഇടകളിലൊക്കെ വന്നു, നമ്മളൊക്കെ കണ്ടതാണ്. AIM IM ഉണ്ടല്ലോ, ഒവൈസിയുടെ, അതിന്റെ നേതാവാണ് അസസുദ്ദീൻ ഒവൈസി. അദ്ദേഹത്തിനെതിരെ സാനിയ മിർസയെ ഇറക്കാനായിരുന്നു നീക്കം. അപ്പോ AIM ഇതിന്റെ ഉറച്ച മണ്ഡലമാണ് ഹൈദരാബാദ് അത്രേ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീനാണ് സാനിയയുടെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് സൂചന. അപ്പോ ഇവര് ഒരു സ്പോർട്സ് താരം എന്നുള്ള നിലയിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള പെണ്ണാണ്, സംശയമൊന്നുമില്ല. അവരുടെ പേരിൽ ഇന്ത്യ അറിയപ്പെട്ടു. ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി അവര് ഈ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് കളിച്ചു, പരിശ്രമിച്ചൊക്കെ ശരി തന്നെയാണ്. അപ്പോഴും നിങ്ങൾ ഇനി മുതൽ കൃത്യമായി നമസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതെടുത്തങ്ങ് വൈറലാക്കി, അയ്യോ ദാ സാനിയ മിർസ പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇസ്ലാം വളരെ പ്യൂരിറ്റി ഉള്ള മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാല് ലോകത്തുള്ള സകലമാന മതങ്ങളെയും വെല്ലുന്ന രൂപത്തിലുള്ള മാനവികതകൾ വാരി വിതറുന്ന മതമാണ് എന്ന് ഖുർആനും ഹദീസും കൊണ്ടല്ലേ തെളിയിക്കേണ്ടത്. നിങ്ങൾ ഖുർആനിലൂടെ ഹദീസിലൂടെ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കേ. അയ്യോ ഇന്നാൾ ഇന്നത് അയാള് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ മതം ശരിയാകണമെന്നില്ലല്ലോ. സാനിയ മിർസ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തറാവി നമസ്കരിച്ചിട്ട് മാത്രമേ ഈ എക്സ്പോയിലേക്ക് വരാൻ പാടുള്ളൂ എന്നില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു എന്ന് പറയും. നിങ്ങൾ എന്തുകൊണ്ടാണ് സാനിയ മിർസ പറഞ്ഞു എന്ന് പറയുന്നത്? നബി പറഞ്ഞാൽ ആൾക്കാർ കേൾക്കില്ലേ? പടച്ചോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ലേ? ഖുർആൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ലേ? അയ്യോ സാനിയ മിർസ റമലാന്റെ എക്സ്പോ പ്രോഗ്രാമില് തറാവി നമസ്കരിച്ചു കണ്ട് നിങ്ങൾ എക്സ്പോയിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പൊ നമ്മൾ പടച്ചോനെയും നബിയെയും ഒക്കെ സാനിയ മിർസയേക്കാൾ കൊച്ചായിട്ട് കാണുന്നത് കൊണ്ടല്ലേ അങ്ങനെ? നമ്മുടെ ഇസ്ലാം ശരിയാണ് എന്ന് പറയേണ്ടത് നമ്മുടെ പ്രവാചകനാണ്. ഈ ഇസ്ലാം ശരിയാകേണ്ടത് ഖുർആനിലൂടെയും ഹദീസിലൂടെയുമാണ്. അതല്ലാതെ അവര് പറഞ്ഞതുകൊണ്ടോ ഇവര് പറഞ്ഞതുകൊണ്ടോ മറ്റവര് പറഞ്ഞതുകൊണ്ടോ അല്ല നമ്മുടെ ഇസ്ലാം ശരിയാകേണ്ടത്. നന്ദി.